ദുബായിൽ നിന്നും ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുത്ത് ഇസ്താൻബുളിലേക്കുള്ള യാത്രയാണ്. ഇസ്താൻബുളിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ എപ്പിസോഡ്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്താൻബുളിലേക്ക് അറൈവ് ചെയ്തിരിക്കുകയാണ്. പാസ്പോർട്ട് കൺട്രോളിലേക്കാണ് പോകുന്നത്. ലോക്കൽ ടൈം 7 o'clock, ഏർലി മോർണിംഗ് ടൈമാണ്. എന്നാലും എയർപോർട്ടിലാകെ നല്ല തിരക്കാണെന്ന് പറയാം. മനോഹരമായിട്ടുള്ളൊരു എയർപോർട്ട് തന്നെയാണ്. 2018 ഒക്ടോബറോട് കൂടിയാണ് ഇത് കൊമേഴ്ഷ്യലി ഓപ്പൺ ആക്കിയത്. ഏകദേശം 90 മില്യൺ പാസഞ്ചേഴ്സാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി. അത് ഘട്ടം ഘട്ടമായി 200 മില്യൺ ആക്കി ഉയർത്താനാണ് ഇവരുടെ പ്ലാൻ. നല്ലൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. ഷോപ്പിങ്ങിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കുറച്ച് നേരം ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് കൺവെയർ ബെൽറ്റ് കാലിയായിട്ട് കിടക്കുന്നു. പക്ഷേ ഏതായാലും നമ്മുടെ ലഗേജ് രണ്ടും ഇവിടെ സേഫായിട്ട് ഒരിടത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് പോയിരുന്ന് സെറ്റിൽ ഡൗൺ ചെയ്യണം. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ ഇസ്താൻബുൾ എയർപോർട്ടിലെ പലവിധ സൗകര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ എയർപോർട്ട് കോംപ്ലക്സിൽ തന്നെ ഒരു മോസ്ക് ഉണ്ട്. ഈ എയർപോർട്ട് മോസ്കുകൾ ചുരുക്കം ചില സിറ്റികളിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ മോസ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6250 പേർക്ക് ഒരേ സമയത്തിരുന്ന് നിസ്കരിക്കാൻ പറ്റുന്ന അത്ര വലുപ്പത്തിലുള്ള ഒരു മോസ്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മോസ്ക് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അടുത്തായിട്ട് നമ്മൾ മെട്രോയുടെ കാഴ്ചകളും പിന്നെ അതോടൊപ്പം ഈ ഇസ്താൻബുൾ എയർപോർട്ട് മോസ്കിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. മെട്രോ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സിറ്റ് നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് കാണിക്കുന്നത്. മെട്രോയുടെ ആ ഭാഗത്തേക്ക് നടക്കുകയാണ്. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്ക് നല്ല തണുപ്പാണ്. രാവിലെ സമയം കൂടെയാണ്. നല്ല ചില്ലിങ് വെതറാണെന്ന് പറയാം. നല്ല ചില മരങ്ങളും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റനോട്ടത്തിന് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള പൂക്കളാണ്. കണ്ടല്ലേ, കണ്ടു കഴിഞ്ഞാൽ റോസ് ഫ്ലവർ ആണെന്ന് തോന്നും. ആ നിലയ്ക്കാണ് ഇതിന്റെ ഫ്ലവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. നിറയെ പൂത്ത് നിൽക്കുകയാണ്. വശങ്ങളിലൊക്കെ നല്ല വള്ളിപ്പടർപ്പുകളൊക്കെ പടർത്തി അതിമനോഹരമാക്കിയിരിക്കുമെന്ന് പറയാം. ഇവിടെ നമുക്ക് മോസ്ക് പിന്നെ മെട്രോ ഈ രണ്ട് കാര്യങ്ങളാണ് മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണാനുള്ളത്. അവിടേക്കാണ് നമ്മൾ നടന്നു ചെല്ലുന്നത്. എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്നപ്പോൾ നല്ല ചൂടായിരുന്നു. നമ്മൾ വിചാരിച്ചു, ഓ എന്താണ് ഇസ്താൻബുളൊക്കെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെയെന്ന്. പക്ഷേ എയർപോർട്ടിന്റെ പുറത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് സഹിക്കാൻ വയ്യാത്ത തണുപ്പ്. അപ്പം കൈയൊക്കെ അങ്ങ് മരച്ചു. പെട്ടെന്ന് ഗ്ലൗസും ഒക്കെ എടുത്ത് മഫ്ലറും ഒക്കെ ഇട്ട് ഉണ്ടല്ലേ, അത്ര അതിഭയങ്കരമായ തണുപ്പാണ്. ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ കോൾഡ് അടിച്ച് കിടപ്പായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതികളെല്ലാം പാളും. അപ്പോൾ ഈ വലിയ ലോങ് വോക്ക് വേ കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോഴേക്കും ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെട്രോ ആക്സസ് ആണ് അല്ലേ. അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ലിഫ്റ്റുകളുണ്ട്. നമുക്ക് മെട്രോയിലാണ് സിറ്റിയിലേക്ക് പോകണം എന്നുള്ളതെങ്കിൽ നമുക്ക് അവിടേക്ക് പോയിട്ട് നമുക്ക് മെട്രോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അലി കുഷ്റ്റു മോസ്കിന്റെ കാഴ്ച കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഒരു നല്ലൊരു സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫൗണ്ടൻ ആയിരിക്കാം. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ചുറ്റുപാടുകളും ഒക്കെ. അപ്പോൾ ആ കാണുന്നതാണ് ഇസ്താൻബുൾ എയർപോർട്ട്. ഇതെല്ലാം എയർപോർട്ട് കോംപ്ലക്സ് തന്നെയാണ് ബേസിക്കലി. മോസ്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം. നമ്മൾ മോസ്കിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മോസ്കിലേക്കുള്ള പാതകളൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ചെടികളും വള്ളിത്തലപ്പുകളും ഒക്കെ അങ്ങനെ പടർത്തി ഇരിക്കാനുള്ള സൗകര്യവും വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് തന്നെ പറയാം.
ഉസ്ബെക്കിസ്ഥാനിൽ ജീവിച്ചിരുന്ന ഒരു അസ്ട്രോണമർ ആയിരുന്നു അലി കുഷ്ജു. ഇസ്ലാമിക പാരമ്പര്യത്തിൽ മോസ്കുകൾക്ക് വ്യക്തികളുടെ പേരൊന്നും ഇടുന്ന അത്ര സാധാരണമല്ലെന്ന് അറിയാലോ. അപ്പോൾ അലി കുഷ്ജു അത്ര സാധാരണക്കാരനൊന്നും അല്ല. തിമൂർ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ എന്ന്. നല്ല പണ്ഡിത പാരമ്പര്യമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ച അലി കുഷ്ജു സാമർഖണ്ഡിൽ അതിപ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ഉലൂഗ് ബഗ് സ്ഥാപിച്ച മദ്രസയിൽ നിന്നും ഒബ്സർവേറ്ററിൽ നിന്നും ഒക്കെ ശാസ്ത്രബോധമൊക്കെ ഉൾക്കൊണ്ടാണ് വളർന്നു വന്നത്. ഉലൂഗ് ബഗിന്റെ മരണം, ടിമൂർ സാമ്രാജ്യത്തിന്റെ തകർച്ച, ഈ കാലഘട്ടത്തിൽ അന്ന് രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെ ആയിട്ട് ഇസ്താൻബുൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇസ്താൻബുളിലേക്ക് കുടിയേറി. ശരിക്കും പറഞ്ഞാൽ അലി കുഷ്ജുവിനെ അദ്ദേഹത്തിന്റെ ആസ്ട്രോണമിയിലും മാത്തമാറ്റിക്സിലും ഒക്കെയുള്ള ഈ പ്രാവീണ്യം അത് മുതലെടുക്കാനായിട്ട് ഒട്ടോമൻ ചക്രവർത്തിയായ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ തൻ്റെ സഭയിലെ പ്രമുഖ സ്ഥാനമൊക്കെ നൽകി അലി കുഷ്ജുവിനെ അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഫത്തി പള്ളിയുടെ മദ്രസയിലെ ചുമതലക്കാരനായി ഒക്കെ സ്ഥാനം ഏറ്റെടുക്കുകയും അങ്ങനെ ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ആ കാലഘട്ടത്തിൽ വിജ്ഞാന സമ്പന്നമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇസ്താൻബുളിൽ പുതിയ എയർപോർട്ടൊക്കെ പണി കഴിപ്പിച്ചപ്പോൾ അലി കുഷ്ജുവിന്റെ പേര് ഈ മോസ്കിന് നൽകാനിടയായത്. ഇവിടെയാണ് മെയിൻ എൻട്രൻസ്. അലി കുഷ്ജു മോസ്ക്. ഇത് കുഷ്ജു എന്നാണ് ടർക്കിഷ് ലാംഗ്വേജിൽ ഇത് വായിക്കുക. ഓക്കെ, അലി കുഷ്ജു മോസ്ക്. അപ്പൊ ഇതാണ് അലി കുഷ്ജു മോസ്കിന്റെ ഉൾഭാഗം. വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ് അല്ലേ? ഇപ്പൊ നമ്മള് മോസ്ക് കണ്ടു, അലി കുഷ്ജു മോസ്ക്. ഇനി നമുക്ക് മെട്രോയുടെ ഫെസിലിറ്റി എങ്ങനെയാണ് ഒന്ന് പോയി നോക്കാം. ഇസ്താൻബുൾ എയർപോർട്ടിൽ പല ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് സിറ്റിയിലേക്ക് പോകാനായി ഉണ്ട്. ഒന്ന് ബസ് ഓപ്പറേഷൻ ഉണ്ട്, അതുകൂടാതെ നല്ലൊരു മെട്രോ സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണുന്നതാണ് ഇസ്താൻബുൾ എയർപോർട്ട്. ഇസ്താൻബുൾ എയർപോർട്ടിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്ത് വേയിൽ കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ ആക്സസ് എടുക്കാം, ആക്സസ് ടു മെട്രോ. അപ്പോൾ അവിടെയാണ് നമ്മൾ അലി കുഷ്ജു മോസ്ക് ആണത്. ആ മോസ്കിന്റെ ആ ഭാഗത്തൂടെ നടന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇസ്താൻബുൾ ഹവാലിമാനി, ഇസ്താൻബുൾ എയർപോർട്ട്. ഈ മെട്രോയെ സംബന്ധിച്ചിടത്തോളം ഇസ്താൻബുൾ സിറ്റിയുടെ പല ഭാഗത്തേക്ക് സഞ്ചരിക്കാമെങ്കിലും ഓൾഡ് സിറ്റിയിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം കണക്ഷൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു പോരായ്മ. അപ്പം അത് കുറേ ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ സിറ്റിയിലേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് സുൽത്താൻ ഹമദ് ഏരിയയാണ്. അത് ഓൾഡ് സിറ്റിയാണ്. ഹാഗിയ സോഫിയയും ടോപ്പ് കാപ്പി പാലസും ഒക്കെയുള്ള ഏരിയ. അപ്പോൾ അവിടെ ആണ് ഞങ്ങൾ സ്റ്റേ ഉള്ളത് കൊണ്ട് മെട്രോ നമുക്ക് അത്ര കൺവീനിയൻ്റ് അല്ല. സിറ്റിയുടെ മറ്റു ഭാഗങ്ങൾ അവിടേക്കൊക്കെ പോകാനായിട്ട് മെട്രോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ എയർപോർട്ടിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ലെവൽ താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് 2 ലെവൽ താഴെ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ താഴേക്ക് പോകണം. ഇവിടുന്ന് ലിഫ്റ്റ് എടുത്ത് പോകാൻ സാധിക്കും. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പൊക്കെയാണ്, കണ്ടില്ലേ? ഒരു മോസ്റ്റ് മോഡേൺ എയർപോർട്ടും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ ഉള്ളതെന്ന് പറയാം. ലെവൽ 2-ലാണ് മെട്രോ. ലിഫ്റ്റ് എടുത്ത് നമ്മൾ താഴേക്ക് പോവുകയാണ്. ഈ ഏരിയയിലാണ് നമുക്ക് മെട്രോ ആക്സസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക്
മെട്രോയിലേക്ക് ആവശ്യമായ ടിക്കറ്റുകൾ എടുക്കാൻ പറ്റുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാർഡ് ടോപ്പപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും പുതിയ കാർഡ് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ ആക്സസ് ആണ്. പക്ഷേ നമ്മൾ മെട്രോ കാർഡ് എടുക്കുന്നില്ല, മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങ് അകത്തേക്ക് പോകുന്നില്ല. ഇവിടെയാണ് മെട്രോ ആക്സസ് ഉള്ളത്. നമ്മൾ ലിഫ്റ്റ് എടുത്ത് നമുക്ക് തിരിച്ചു പോവാം. ഇനി നമുക്ക് ഇസ്താൻബുൾ എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ ഏരിയയുടെ കാഴ്ചകളിലേക്ക് വളരെ ക്വിക്കായി ഒന്ന് പോയിട്ട് വരാം. ഡെഡിക്കേറ്റഡ് ബാഗേജ് ഡ്രോപ്പ് ഓഫ് പോയിന്റ്സ് ആയാലും ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ആയാലും സെൽഫ് സർവീസ് കിയോസ്കുകളായാലും നിരവധിയാണ് ഇവിടെ സൗകര്യങ്ങൾ. ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കായി എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോകാൻ പ്രത്യേകമായിട്ടുള്ളൊരു ലൈനുണ്ട്. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് പോകാൻ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ കുട്ടികൾക്ക് കളിക്കാനും സമയം ചെലവിടാനുമായിട്ടൊക്കെ പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കാണാം. ഡ്യൂട്ടി ഫ്രീ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. ടർക്കിയുടെ തനതായ പ്രോഡക്ട്സ് മുതൽ ലോകോത്തര ബ്രാൻഡുകൾ വരെ ഷോപ്പുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇഷ്ടം പോലെ ഈട്ടറീസും ഉണ്ട്. ഇതിനും പുറമെ ഇവിടെ ഒരു എയർപോർട്ട് മ്യൂസിയം ഉണ്ട്. ടർക്കിയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ നിരവധി വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 6 അവേഴ്സോ അതിലുപരിയോ ഒക്കെയാണ് നിങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് എങ്കിൽ നോ വറീസ്. ഇവിടെ യോട്ടലെയർ എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലുണ്ട്. അവിടെ മുറിയെടുത്ത് റിലാക്സ് ചെയ്യാം. സ്പാകളായാലും എയർപോർട്ട് ലോഞ്ചുകളായാലും ഈ എയർപോർട്ട് ടെർമിനൽ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ലെന്നുള്ളത് ഷുവറാണ്. അങ്ങനെ ഡിപ്പാർച്ചർ ഏരിയയുടെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി അറൈവൽ ഏരിയയിലേക്ക് തിരിച്ചുപോയി പബ്ലിക് സർവീസ് എടുത്ത് സിറ്റിയിലേക്ക് പോവാം. ഹവായിസ്റ്റ് ബസ്സുകൾ, അതാണ് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. താഴത്തെ ലെവലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് ഏരിയയാണ്, ബസ്സുകളുടെ ഏരിയ ആണ് ഇവിടെ. ഇവിടെ നമുക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സിറ്റിയിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ടർക്കിഷ് ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് സംഭവങ്ങൾ അത്ര പെട്ടെന്ന് പിടികിട്ടില്ല. അക്സാരെ മെട്രോ, നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. അപ്പൊ അക്സാരെ മെട്രോ ഏരിയയിലേക്കുള്ള ബസ്സാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 170 അല്ലേ, 170 ടർക്കിഷ് ലിറ. അപ്പോൾ 2 പേർക്കുള്ള ടിക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. ലിറയാണ്, ടർക്കിഷ് ലിറ. 400 ലിറ കൊടുത്ത് നമുക്ക് ചേഞ്ച് വാങ്ങിക്കാം. അക്സാരെ മെട്രോ 2. Where's the bus? Bus 12. ഓക്കെ, ഇപ്പൊ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് നമ്പർ 12 അവിടെ നിന്നാണ് ഈ അക്സാരെ മെട്രോയിലേക്കുള്ള ബസ് പോകുന്നത്. ഹാവിസ്റ്റ് ബസ് നമ്പർ 12 അവിടെ എഴുതിയിട്ടുണ്ട്. അതിനടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. 81. Thank you. Aksare, yes. Thank you. യാത്ര ബസ്സിലായതുകൊണ്ട് 1.5 മണിക്കൂർ വരെ എടുക്കും അക്സാരെ വരെ എത്താൻ. അങ്ങനെ നന്നായിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഓൾറെഡി അക്സാരയ്ക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു.
അപ്പോൾ സിറ്റിയിലോട്ട് കയറുന്നതിൻ്റെ ആ തിരക്കും ഒക്കെ കാണാം. ഓൾറെഡി കുറേ വെഹിക്കിൾസും ഒക്കെ ഉണ്ട്. ഇസ്താൻബുളിലെ പുതിയ എയർപോർട്ട് കുറേ ദൂരെയാണ് സിറ്റിയിൽ നിന്ന്. പഴയ എയർപോർട്ട് സിറ്റിക്കുള്ളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ അക്സാരയിൽ ഇറങ്ങി ഇവിടെ നിന്ന് ട്രാം എടുത്തിട്ട് സുൽത്താൻ അഹമ്മദ് ഏരിയയിലേക്ക് പോകുക എന്നുള്ളതാണ് പരിപാടി. അവിടെയാണ് ഹോട്ടൽ. ഇപ്പം നമ്മൾ ഈ ഇസ്താൻബുളിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ സാംസ്കാരികവും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത് ഇത് സുൽത്താൻ അഹമ്മദ് ഏരിയയിലാണ്. കാരണം അവിടെ ആകുമ്പോൾ അവിടുത്തെ ഹോട്ടലുകളിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അട്രാക്ഷൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ്. സുൽത്താൻ അഹമ്മദ് ഏരിയയിലാണ് നമുക്ക് ഹാഗിയ സോഫിയ, ബ്ലൂ മോസ്ക്, ടോപ്കാപ്പി പാലസ്, ഗ്രാൻഡ് ബസാർ, ഇങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുൽത്താൻ അഹമ്മദ് ഏരിയയിൽ താമസിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ ഇസ്താൻബുളിലെ സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ടാക്സിം സ്ക്വയർ താമസിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അക്സാരയിലേക്ക് ഓൾറെഡി നമ്മൾ എത്തിക്കഴിഞ്ഞു. ട്രാമുകളും ഒക്കെ കാണാം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുകയാണ് ഈ സ്റ്റോപ്പിൽ. Sofia Sultanahmet, Eminönü. Goodbye. Hello. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു. ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വെറുതെ കുശലമൊക്കെ ചോദിച്ച് അടുത്ത് വന്നതാണ് പുള്ളി. തണുപ്പത്ത് സ്ട്രീറ്റൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി നടക്കുമ്പോൾ ടൂറിസ്റ്റുകളോടൊക്കെ മിണ്ടിയും പറഞ്ഞും ബോറടി മാറ്റുകയാണ് പുള്ളിയുടെ പരിപാടി. ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു ഹഗ്ഗൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ട്രാം സ്റ്റേഷൻ കണ്ടുപിടിക്കണം. അവിടേക്കാണ് നടക്കുന്നത്. രാവിലെ അറൗണ്ട് 9:30 ആയി. പക്ഷേ ഇപ്പോഴും നല്ല തണുപ്പാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, നടക്കുമ്പോൾ നമുക്ക് ക്ഷീണം അറിയുന്നില്ല. റോഡിൻ്റെ വശങ്ങളിലൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാം. ഇവിടെ ഒരു ഉഗ്രൻ ഒരു മോസ്ക് ഉണ്ട്, ഉണ്ടല്ലേ? എനിക്കൊന്ന് കുറേ പഴയ മോസ്ക് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ട്രാം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപാര തിരക്കാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് കുറേ വെൻഡിങ് മെഷീൻ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴേക്ക് ടർക്കിഷ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മളോട് ഇങ്ങോട്ട് ഇടിച്ചു കയറി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അതായത് നോക്കാം. Yes. 100. ഓക്കെ, താങ്ക് യു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആ മനുഷ്യൻ ആക്ച്വലി പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡിന് ആക്ച്വലി 70 ലിറായേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരന് ആ കാർഡിന്റെ പ്രൈസ് എന്നും പറഞ്ഞ് നമ്മുടെ നിന്ന് വാങ്ങിച്ചത് 100 ലിറായാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാം വന്നു. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം. ഏതായാലും നല്ല സൗകര്യമൊക്കെ ഉള്ള ട്രാമാണ്, നല്ല സ്പീഡും ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ സുൽത്താൻ അഹമ്മദ് സ്റ്റേഷനിലേക്ക് എത്താം. അപ്പോൾ സുൽത്താൻ അഹമ്മദ് ട്രാം സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇസ്താൻബുളിലെ കാഴ്ചകളൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇനിയും വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഹാഗിയ സോഫിയയുടെ കാഴ്ചകൾ, ടോപ്കാപ്പി പാലസിന്റെ കാഴ്ചകൾ, പിന്നെ ബ്ലൂ മോസ്ക്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ.